അമ്മ താങ്ക് യു മോനു. എനിക്കറിയാം ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് വന്നല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് മോനു പറഞ്ഞ പോലെ സ്തോത്രം ഡയസിൽ ഉണർവിന്റെ അടുത്തൊരു ലെവല് കർത്താവ് ആരംഭിച്ചു കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് പറഞ്ഞു വെച്ചത് തന്നെ ഒരു അടുത്തുപൂത്ത് ഫലം കായ്ക്കുന്നതിന് അടുത്ത് പെരുകേറി വർദ്ധിക്കുന്ന ഒരു പുതിയ സീസണാണ്. ഈ സീസണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാവർക്കും പരിശുദ്ധാത്മാവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ആഴമേറിയ ബന്ധവും വ്യക്തിപരമായ അനുഭവങ്ങളും ഉണ്ടാവും. ഇത് വേറൊരു ലെവലില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ അത് വളരെ ആഴമേറിയ അതുപോലത്തെ ദൈവാത്മാവിന്റെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം മുനു യൂത്തിൽ കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. കൊച്ചാദിത്യൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ മോന് കൊച്ചാദിത്യൻ ഉണ്ടെങ്കിലേ ഞാൻ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഈ ആഴ്ച എല്ലാവരും പറയണം പരിശുദ്ധാത്മാവിൻ്റെ എൻകൗണ്ടറിനെ കുറിച്ചും അതേപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം എനിക്കും പേഴ്സണലായിട്ട് മനസ്സിലൊരാഗ്രഹം ഉണ്ടായി, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം എന്ന് എൻ്റെ മനസ്സിലും ആഗ്രഹം ഉണ്ടായി. അന്ന് രാത്രി തന്നെ ഞാൻ ടൈംലോൺ എഴുതിക്കൊണ്ടിരുന്നപ്പം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ നാളെ എൻ്റെ ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു എക്സാമും ഉണ്ടായി. അന്ന് സോഷ്യൽ സയൻസ് ആയിരുന്നു വിഷയം. അങ്ങനെ ഞാൻ അതെല്ലാം പഠിച്ചു, പ്രിപ്പറേഷൻ എല്ലാം ചെയ്തു. ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്ന് കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഇന്ന് ടൈം ടേബിൾ ചെറിയൊരു മാറ്റമുണ്ട്, ഇന്ന് സോഷ്യൽ അല്ല കെമിസ്ട്രി ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കെമിസ്ട്രി ഒന്നും അറിയത്തില്ല. ഞാൻ ആകപ്പാടെ ഞെട്ടിധരിച്ചു പോയി. എന്താ എഴുതണ്ടേ എന്താണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ നേരെ പരീക്ഷ ഹാളിൽ ചെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് മേടിച്ചു. ജസ്റ്റ് മറിച്ച് നോക്കി. പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. 1 വേർഡ് ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അന്നേരം ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാൻ നേരെ പരീക്ഷ ഹാളിൽ കയറി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് കൂടിയിരിക്കണമെന്ന് പറഞ്ഞു. അതേപോലെ ഞാൻ അന്നേരമാണ് രാത്രിയിൽ ടൈമിലോട് എഴുതിയത്, നീ എൻ്റെ ശബ്ദം കേൾക്കും, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുമെന്ന്. അന്ന് രാത്രി ഞാൻ ടൈമിലോട് എഴുതിയത് ഞാൻ അന്നേരം ഓർക്കണേ. ഞാൻ പരീക്ഷ തുടങ്ങി എനിക്ക് ഒന്നും അറിയത്തില്ല. ഒരു മെലോഡിയസ് ആയിട്ടുള്ളൊരു സൗണ്ടിൽ എന്നോട് പരിശുദ്ധാത്മാവ് തുടക്കം മുതൽ അവസാനം വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു തരിക. മോനെ നീ അതല്ല ഇതെഴുത് എന്ന് പറഞ്ഞു. വലിയൊരു അത്ഭുതമായിരുന്നു. കർത്താവ് വലിയ ഉയർത്തി മാനിച്ചു. വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. യേശുനാമത്തിൽ തന്നെ ആമേൻ. ആ മോനെ എക്സാമിന് പോയി. സോഷ്യൽ സയൻസ് ആണ് വിചാരിച്ച രാവിലെ തലേദിവസം രാത്രി എല്ലാം പഠിച്ചിട്ട് പോകാനായിട്ട് ബസ് കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് അറിയുന്നത് കൂട്ടുകാരൻ പറയാ ടൈം ടേബിൾ മാറി, കെമിസ്ട്രി എക്സാം 1/2 മണിക്കൂറുള്ളൂ പരീക്ഷ. ഒന്നും അറിയത്തില്ല. എന്നിട്ട് പെട്ടെന്ന് വെപ്രാളത്തിന് എന്നിട്ട് കൂട്ടുകാരന്റെ ബുക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ തലേ ദിവസം പുള്ളിക്കാരൻ ടൈംലോൺ ബോർഡിൽ പരിശുദ്ധാൻ പറഞ്ഞു, നീ എന്റെ ശബ്ദം കേൾക്കാൻ പോവാന്ന് പറഞ്ഞ് എഴുതി വെച്ചു. എന്റെ മോനു അകത്തോട്ട് കയറിയിരുന്ന് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് അകത്തോട്ട് കയറിയിരുന്നു. ഓരോന്നിന്റെ ആൻസർ വ്യക്തമായിട്ട് അവനോട് പറയാം. എന്നിട്ട് ഇടയ്ക്ക് ഒരെണ്ണം പുള്ളി തന്നെ എഴുതാൻ നോക്കിയപ്പോ അത് തെറ്റാണ്. ഉടനെ വ്യക്തമായിട്ട് അകത്തുനിന്ന് ശബ്ദം കേൾക്കുക, ഇതല്ല, ഇപ്പുറത്തെ എഴുതാൻ പറഞ്ഞപ്പോ പുള്ളി ഇന്നലെ എന്നോട് പറയാ, മോനു പുള്ളി പറയാ, ഞാൻ ഇത് കേട്ടപ്പോ സ്റ്റക്കായിട്ടിരിക്കുമ്പോ തന്നെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, അതായത് ഇനി നിനക്ക് 1/2 മണിക്കൂറിനുള്ളൂ പരീക്ഷ എഴുതാൻ, 4-5 എഴുതാനുണ്ട്, എഴുതിക്കോളാം. മോൻ പറയാം, മെലോഡിയസ് ആയിട്ടുള്ള ഒരു ശബ്ദം, മാധുര്യമുള്ള ഒരു ശബ്ദം. അങ്ങനെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഒരു എൻകൗണ്ടറുകളുടെ ഒരു സീസൺ, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള എൻകൗണ്ടേഴ്സ്. അങ്ങനെ കർത്താവ് ധാരാളം താങ്ക് യു പോലും. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ഞങ്ങൾ ഇനി ഞങ്ങളുടെ വീഡിയോയും കാഴ്ചയൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. സമയം എനിക്ക് രാവിലെ സമയം തിരക്കായിരിക്കും. സമയം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, എപ്പോ വേണേലും ഇറങ്ങാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആണ്. സ്തോത്രം. അങ്ങനെ ചാക്ക് കണക്കിനൊക്കെ അനുഗ്രഹങ്ങളൊക്കെ വരുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സാക്ഷ്യങ്ങളുള്ളവർക്ക് ഇപ്പൊ പങ്കുവെക്കാമേ. ഇന്നലെയാണ് ഞാൻ ആ കൊച്ചാദിത്യന്റെ സാക്ഷ്യം ശരിക്കും അതിന്റെ ഫുൾ ഫോമിൽ കേട്ടത്. വളരെ അത്ഭുതമായിരിക്കും. ആ മോന് ഞാൻ പറയുന്നത്, മോനിടയ്ക്ക് സ്റ്റക്കായി പോകുമ്പോ തോളത്ത് തട്ടിയിട്ട് പറയാം, അതെ ബാക്കി പരീക്ഷ എഴുതിക്കുക, ഇനി 4-5 ദിവസം എഴുതാറുണ്ട്. അല്ലെങ്കിൽ എത്ര എല്ലാവർക്കും പരിശുദ്ധാത്മാവായിട്ട് ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായി, ഞാൻ നിങ്ങൾ പറയാം, വ്യക്തിപരമായ ആഴമേറിയ ഒരു ബന്ധം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അവരെല്ലാവരും എന്നെ അറിയും. ഇനി അവരിൽ ആരും കൂട്ടുകാരനോട് കർത്താവിനെ അറിയാന്ന് പറയേണ്ട വരത്തില്ല. വ്യക്തിപരമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് വ്യക്തിപരമായി ആഴമേറിയ ഒരു ബന്ധം ഉണ്ടാകുന്ന ഒരു സീസണായി. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.